ഹലോ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എന്ന് പറയാം. ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്, പക്ഷെ സിമ്പിൾ ആട്ടോ. അത്ര വലിയ കൺഫ്യൂഷൻ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങൂലേ? ഉദാഹരണത്തിന് ഒരു SBI കൂട്ടാ. SBI റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങാം. അപ്പോൾ റിസർവ് ബാങ്കിന് തിരിച്ചെന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കൂലേ? ആ ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയും. അഥവാ റിപ്പോ റേറ്റ്, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ റിപ്പോ റേറ്റ് തന്നെ കേട്ടോ. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ നമ്മുടെ വാണിജ്യ ബാങ്കിന്റെ കയ്യിൽ, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് റിസർവ് ബാങ്കിന്റെ കയ്യിൽ എടുത്തു വെച്ചോന്ന് പറയും. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തും കൂടി കൊടുക്കും, ഇൻട്രസ്റ്റ് അടക്കല്ലേ ഈ റിസർവ് ബാങ്ക് തിരിച്ചു കൊടുക്കാം. അതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയാം. ഇവ രണ്ടും വെച്ചിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ ക്രെഡിറ്റിന് അഥവാ വായ്പയെ നിയന്ത്രിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇപ്പോൾ റിപ്പോ റേറ്റ് കൂട്ടിയാൽ എന്ത് ചെയ്യും? ബോറോയിങ്, കടം വാങ്ങുന്നതിൻ്റെ അളവ് കുറയും. കാരണം ഭയങ്കര ഇൻട്രസ്റ്റാണ്, കടം വാങ്ങുന്നതിൻ്റെ അളവ് കുറയും. അപ്പം മണി സപ്ലൈ, പണത്തിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതെന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ കുറക്കും. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്, റിവേഴ്സ് റിപ്പോ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരി കേട്ടോ, ടാറ്റാ ബൈ.